ഇന്നലെയാണ് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭാര്യയുടെ അച്ഛനെയും അമ്മയ്ക്കും ഒക്കെ ഗുരുതരമായി പരിക്കേറ്റത്. ഒടുവിൽ ഇയാൾ രാത്രിയോടുകൂടി പിടിയിലാവുകയായിരുന്നു. ഒളിവിൽ പോയ യാസിറിനെ നാട്ടുകാരാണ് പിടികൂടി താമരശ്ശേരി പോലീസിൽ ഏൽപ്പിച്ചതും. ഈ ആക്രമണത്തിൽ ഭാര്യ മാതാവിനും പിതാവിനും വെട്ടേറ്റു. പ്രതി ലഹരിക്കടിമയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. രതീഷ് വാസവനുണ്ട് കോഴിക്കോട് നിന്ന്. രതീഷ്, യാസിറിനെ പിടികൂടി, ഇയാൾ ലഹരിക്കടിമയാണെന്ന് പറയുന്നു. അപ്പോൾ ഇനി പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. നിലവിൽ ഈ കുടുംബ വഴക്ക് എന്നുള്ള നിഗമനത്തിൽ നിന്നപ്പുറം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ ഈ കുടുംബ വഴക്ക് തന്നെയാണോ ഇതിനുള്ള കാരണം? അങ്ങനെയാണോ പോലീസിന്റെ നിഗമനം? ഒപ്പം ഭാര്യ പിതാവിന്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ലഭിക്കുന്നുണ്ടോ? രതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ യാസിറിനെ കഴിഞ്ഞ ദിവസം രാത്രി ആണ് 12 മണിയോടെയാണ് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി സമീപത്ത് തന്നെ നാട്ടുകാർ കണ്ടെത്തുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്ത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് താമരശ്ശേരി പോലീസിന് യാസിറിനെ കൈമാറി. ഇപ്പോൾ നിലവിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് യാസിർ ഉള്ളത്. എന്തായാലും അല്പസമയങ്ങൾക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് മൊഴി ഉൾപ്പെടെ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാസലഹരി ഒരു കുടുംബത്തെ ഇപ്പോൾ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വീട് നായ്ക്കനമ്പാട്, കക്കാട് നായ്ക്കനമ്പാടാണ്. അവിടുത്തെ അബ്ദുറഹ്മാൻ്റെ വീടാണ്. അബ്ദുറഹ്മാൻ്റെ മകൾ ഷിബിലയാണ് അദ്ദേഹത്തിൻ്റെ ഷിബിലയുടെ ഭർത്താവ് യാസിർ ഇന്നലെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഞെട്ടലിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും. കാരണം വളരെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഇടമാണ്. ഇവിടെ നേരത്തെ പറയാം, ഇവിടെ ഒരു ലഹരി വ്യാപാരത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇതിന് കുറച്ച് അപ്പുറത്താണ് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായ ആഷിഖിൻ്റെ വീടുള്ളത്. അത്തരത്തിലൊരു പരിസരമുണ്ട്. അത്തരം ആശങ്ക നാട്ടുകാർക്കുണ്ട്. ആ പ്രതിഷേധവും ഒക്കെ തന്നെ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മോടൊപ്പം പ്രദേശവാസിയായ മുഹമ്മദ് ക ചേരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ വലിയ ഞെട്ടലും ആശങ്കയിലും ആയിരിക്കും നിങ്ങളല്ലേ? തീർച്ചയായിട്ടും ഞെട്ടൽ തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളെ മക്കളെ പേടിച്ച് മാതാപിതാക്കൾ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ മരുമക്കളതാണെങ്കിൽ അതിലേറെ. ഇപ്പം മക്കളെ കെട്ടിച്ച് കൊടുത്തിട്ട് അവർ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷമം വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ മാതാപിതാക്കൾക്ക് ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ലഹരി കൊണ്ട് നമുക്ക് വന്ന് സംഭവിക്കുന്നത്. പ്രദേശത്ത് ഇത് വലിയ കൂടുതലാണ്. ഇപ്പോൾ ഇന്നാൾ ഇവിടെ വേനക്കാവിൽ അന്ന് വെട്ടിക്കൊന്ന്, അത് കഴിഞ്ഞ ശേഷം വേറെ 1-2 നടന്നല്ലോ. ഇതിപ്പോൾ നമ്മൾ എടുത്ത് തന്നെയാണ് ഇതും നടന്നത്. ഇതൊക്കെ ലഹരിയാണ് ഇതിൻ്റെ മുന്നിലുള്ളത്, വേറെ ഒന്നുമല്ല, ഒക്കെ ലഹരിയാണ്. അതുകൊണ്ട് ഇത് ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഇത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ പിടിക്കുന്ന പോലെ ഈ കൊല്ലുന്ന ആൾക്കാർക്ക് സംരക്ഷണമാണ്. കാരണം ഓർക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ 10-6 കൊല്ലം കഴിഞ്ഞിട്ടാണേ വരാം. അതിന് ശരിയായ ശിക്ഷ കൊടുക്കായിട്ടാണ് ഇത് കൂടുതൽ ഇവിടെ വരുന്നത്. തീർച്ചയായും ഇത് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ശിക്ഷ കർശനമാക്കണം, കഠിനമാക്കണം എന്നൊക്കെ തരല്ലേ. അതിന് മുമ്പ് ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം പരിശോധിക്കണം. അത് ഇല്ലാതാക്കാനുള്ള ഉറവിടം അടക്കം കണ്ടെത്തി ഒഴിവാക്കണം. അങ്ങനെ കുറേ സാമൂഹിക ദൗത്യം കൂടെ നമുക്കുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ തരത്തിലുള്ള ആശങ്കയിലാണ്. ഈ കൊലപാതകത്തോടു കൂടി തന്നെ വലിയ ആശങ്കയിൽ. കാരണം ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ഇപ്പോഴത്തെ ലഹരി സംഘത്തിൻ്റെ ഒരു കൂട്ടായ്മ കേന്ദ്രമായി ഈ പ്രദേശം മാറുന്നു എന്ന ആശങ്ക തന്നെയാണ്. തീർച്ചയായും രതീഷ്, തന്നെയാണ് ലഹരി വ്യാപനം ഒരു നാടിനെ ഒന്നാകെ മുച്ചൂട് മുടിക്കുന്ന. ഓക്കെ രതീഷ്.